ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 650 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂണിന്റെയും പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാനിവിടെ ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിന്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതും കൂടെ നമുക്കൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. തൈരൊക്കെ ചിക്കന്റെ എല്ലാ ഭാഗത്തും എത്തി നന്നായിട്ടൊന്ന് ചിക്കനിൽ കോട്ടായിട്ട് വരട്ടെ. ഇപ്പൊ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോ ഇത് എന്തായാലും ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഒട്ടും സമയമില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ നമുക്ക് വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തേങ്ങയുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ തേങ്ങാപ്പാലിന് പകരം തേങ്ങ അരച്ചിട്ടാണ് ചേർക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിവിടെ അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 12 കാഷ്നട്ട് ആണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത നല്ല ഫൈൻ ആയിട്ട് വേണം നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനിത് അവിടെ തേങ്ങയൊക്കെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണേ നമുക്ക് തേങ്ങയുടെ കൂട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിത് ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ 3 ഗ്രാമ്പു, ഇത് മൂന്നും കൂടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരട്ടെ. ഇപ്പൊ ഇതാ പട്ടയും ഗ്രാമ്പു ഏലക്കയൊക്കെ നമുക്കൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള സവോള നല്ല നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒരുപാട് കളർ മാറി നല്ല ബ്രൗൺ ആയിട്ട് മുരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങിയാൽ മതി. അപ്പൊ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമുക്ക് വഴറ്റിയെടുത്താൽ മതിയെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 7 മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇപ്പൊ ഇതാ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ 1 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ടെ. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ചിക്കന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെള്ളം ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇതൊരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ചിക്കനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇടയ്ക്കൊക്കെ ഇതുപോലെ നടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുതേ. ഇപ്പൊ ഇതാ നമ്മൾ തുറന്നു നോക്കിയിട്ട് ഇളക്കുന്ന സമയത്ത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം മേലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വേണം നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെയും കാഷ്നട്ടിന്റെ ഒക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആ തേങ്ങയുടെ കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരു 5 മിനിറ്റ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇപ്പൊ നമ്മൾ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി ആണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം 1 കപ്പ് ചേർത്തു, എന്നിട്ട് വീണ്ടും ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഈ ഒരു കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ട് ഒന്ന് കുറുകി വരണം. നമ്മൾ തേങ്ങയുടെ പേസ്റ്റും അതുപോലെ തന്നെ കാഷ്നട്ടൊക്കെ അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ഈ കറി നന്നായിട്ട് തണുത്ത് വരുമ്പോൾ കുറുകി വരും. അപ്പൊ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി കറിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ചിട്ട് വരട്ടെ. ഇപ്പൊ നമുക്ക് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കാം. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി വിട്ടുപോരുതേ. ഇപ്പൊ ഇതാ കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രേവിയുടെ അളവൊക്കെ ഒന്ന് കുറഞ്ഞ് കറിയൊക്കെ നന്നായിട്ട് കുറുകി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുക്കണ്ട കേട്ടോ. കാരണം ഈ ഒരു കുറുമ തണുക്കുന്തോറും കട്ടിയായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഒരുപാട് അങ്ങോട്ട് കുറുക്കി എടുത്താൽ തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് കുറുമയ്ക്ക്. ഇപ്പൊ നെയ്യ് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറക്കാം. അപ്പോഴത്തേക്കും ഒരു കറിവേപ്പിലയുടെയും അതുപോലെ മല്ലിയിലയുടെയും ആ നെയ്യിന്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഒരു ഫ്ലേവർ നന്നായിട്ട് കുറുമയിലേക്ക് ഇറങ്ങും. ഇപ്പൊ ഞാനിത് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കിയ ഒരു കുറുമയിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ തൈരിൽ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കുറുമ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ചിക്കൻ കുറുമ ചപ്പാത്തി, ഇടിയപ്പം, വെള്ളയപ്പം, അതുപോലെ പൊറോട്ട, നെയ്ച്ചോറ് ഇതിന്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.